പ്രതിപക്ഷ എംപിമാരെ ചാക്കിട്ടു പിടിച്ച് ബി.ജെ.പി. കേന്ദ്രത്തിൽ നടത്തുന്ന പുതിയ സർജിക്കൽ സ്ട്രൈക്കുകൾ വിരൽ ചൂണ്ടുന്നത് ഒരേയൊരു കാര്യത്തിലേക്കാണ്. 2029 സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന യാഥാർത്ഥ്യത്തിലേക്കായിരിക്കും. ഈ നീക്കം ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്നത് കേരളത്തിലെ വി.ഡി. സതീശൻ സർക്കാരിനാണ്. കേവലം 3 വർഷത്തെ ഭരണം കൊണ്ട് യു.ഡി.എഫിന് അധികാരം ഒഴിഞ്ഞു പോകേണ്ടി വരുന്ന കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. മാറ്റത്തിന് വോട്ട് ചെയ്ത് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് തുടങ്ങിയ സതീശൻ സർക്കാരിന് ഈ പോക്ക് പോയാൽ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വിയർക്കേണ്ടി വരുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അധികാരമേറ്റ നാൾ മുതൽ വി.ഡി. സതീശന്റെ ഏകപക്ഷീയമായ നിലപാടുകളും പിടിവാശികളും യു.ഡി.എഫിനകത്ത് വലിയ പുകച്ചിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കം മുതൽ ഉന്നത സർക്കാർ നിയമനങ്ങളിൽ വരെ സ്വന്തം ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന സതീശന്റെ ശൈലി മാധ്യമങ്ങൾക്ക് പോലും ഇപ്പോൾ വലിപ്പമില്ലാത്ത ബാധ്യതയായി മാറിയിരിക്കുകയാണ്. യു.ഡി.എഫിനെ അധികാരത്തിലേറ്റാൻ നെടുംതൂണായി നിന്ന മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം, സർക്കാരിന്റെ ഈ കോർപ്പറേറ്റ് ശൈലിയിൽ കടുത്ത അസംതൃപ്തിയിലാണ്. മുന്നണിയിൽ നിന്ന് അവർ ഓരോ ദിവസവും അകന്നുകൊണ്ടിരിക്കുന്നത് സതീശന്റെ പ്രതിച്ഛായക്കേറ്റ കനത്ത പ്രഹരമാണ്. കേന്ദ്രത്തിന്റെ PM ശ്രീ പദ്ധതി അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ ചവിട്ടി താഴ്ത്തുമെന്ന് പ്രഖ്യാപിച്ച ലീഗ് നേതാക്കൾ ഇപ്പോൾ നിലപാട് മാറ്റി മലക്കം മറിഞ്ഞത് യു.ഡി.എഫ് അണികളെ പോലും നാണം കെടുത്തിയിരിക്കുകയാണ്. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന് തന്നെ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ലേഖനം എഴുതേണ്ടി വന്നത് ഇതിന്റെ തെളിവാണ്. ഇവിടെയാണ് ഇടതുപക്ഷത്തിന്റെ നയപരമായ ആർജവം പ്രകടമാക്കുന്നത്. മുൻ പിണറായി സർക്കാർ ആദ്യം ഈ പദ്ധതിയിൽ ഒപ്പിട്ടെങ്കിലും സഖ്യകക്ഷിയായ CPI ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ മുന്നണി മര്യാദ മാനിച്ചുകൊണ്ട് ആ പദ്ധതി വേണ്ടെന്ന് വെക്കാൻ ധീരത കാണിച്ചു. എന്നാൽ വീരശൂര പരാക്രമ ചമയുന്ന സതീശന് സ്വന്തം ലീഗുകാരനായ വിദ്യാഭ്യാസ മന്ത്രിയെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ലീഗിന്റെ അടിവേര് തകർക്കുന്ന തരത്തിലാണ് അവരുടെ മന്ത്രി ഇപ്പോൾ ഈ പദ്ധതി നടപ്പാക്കുമെന്ന് പറയുന്നത്. CPM BJP ഡീൽ എന്ന പുകമറ സൃഷ്ടിച്ചവർ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രവുമായി പരസ്യമായ ഡീലിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇടതുപക്ഷത്തിന്റെ പരാജയം ആഘോഷിക്കാൻ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലേക്ക് തീർത്ഥാടനം നടത്തുന്ന UDF നേതാക്കളുടെ കാഴ്ചയും ലജ്ജാകരമാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മന്ത്രി ബിന്ദു കൃഷ്ണയും വെള്ളാപ്പള്ളിയെ കണ്ട് അനുഗ്രഹം വാങ്ങിയ നീക്കം UDFനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കി. കണിച്ചുകുളങ്ങര SNDP യൂണിയൻ സെക്രട്ടറി KK മഹേശന്റെ ദുരൂഹ മരണത്തിൽ പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ നൽകിയ പരാതി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വെളിച്ചം കാണിക്കാതെ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ഈ മരണത്തിലെ വെള്ളാപ്പള്ളിമാരുടെ പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യം നിരാകരിക്കപ്പെടുന്നതിൽ സുധീരൻ കടുത്ത അതൃപ്തിയിലാണ്. ഈ ഇരട്ടത്താപ്പ് സതീശന്റെ വ്യക്തിത്വത്തെ ജനമധ്യത്തിൽ പൂർണ്ണമായി തകർത്തിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇടതുപക്ഷത്തിന് നൽകിയ തിരിച്ചടി വ്യക്തി കേന്ദ്രീകൃതമായ ഭരണശൈലിക്കും ധിക്കാരപരമായ സമീപനത്തിനുമെതിരെയുള്ളതായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ എലത്തൂരും കണ്ണൂരിലെ പയ്യന്നൂരും തളിപ്പറമ്പും പോലുള്ള ഉറച്ച ചുവപ്പ് കോട്ടകൾ തകർന്നത് പാർട്ടിക്കുള്ളിലെ ജാഗ്രത കുറവും വോട്ടർമാരുടെ അതൃപ്തിയും കൊണ്ടാണ്. ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇടതുപക്ഷം ഇപ്പോൾ തിരുത്തലിന്റെ പാതയിലാണ്. 2029 മഹാപോരാട്ടത്തിന് മുൻപ് നടക്കുന്ന CPM പാർട്ടി സമ്മേളനങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. നിലവിലെ പാളിച്ചകൾ പരിഹരിച്ച് പുതിയതും ജനകീയവുമായ ഒരു നേതൃത്വം ഉയർന്നു വരുന്നതോടെ ഇടതുപക്ഷത്തിന്റെ ശക്തമായ തിരിച്ചുവരവിന് വഴിയൊരുങ്ങും. മാത്രമല്ല, മുന്നണിയിലെ ചെറുകിട ഈർക്കിൽ പാർട്ടികളെ ഒഴിവാക്കി മുൻപ് അവർക്ക് നൽകിയിരുന്ന എലത്തൂർ പോലുള്ള സീറ്റുകളിൽ CPM നേരിട്ട് മത്സരിക്കുന്നത് വൻ വിജയങ്ങൾക്ക് കാരണമാകും. നയത്തിലും നിലപാടിലും മാറ്റം വരുത്തി അണികളെയും പൊതുജനങ്ങളെയും ഒപ്പം നിർത്തിയാൽ 2029 ഭരണം LDF തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. നിലവിൽ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത് താൽക്കാലികമായ ഒരു പാർലമെന്ററി തന്ത്രം മാത്രമാണ്. അടുത്ത പാർട്ടി സമ്മേളനങ്ങളോടെ പുതിയ മുഖങ്ങൾ മുന്നിലേക്ക് വരികയും ജനങ്ങൾക്ക് ഇടതുപക്ഷത്തിലുള്ള വിശ്വാസം ഇരട്ടിയാവുകയും ചെയ്യും. UDFന്റെ ജനവിരുദ്ധ നയങ്ങളും സതീശന്റെ ഏകാധിപത്യ പ്രവണതകളും കൊണ്ട് ജനങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മടുത്തു കഴിഞ്ഞു. പാർട്ടിയിൽ പുതിയ നേതൃത്വവും പുതിയ ശൈലിയും വരുന്നതോടെ ഇത്തവണ മാറി വോട്ട് ചെയ്ത ഇടതുപക്ഷ അനുഭാവികളുടെ വോട്ടുകൾ കൂട്ടത്തോടെ തിരികെയെത്തും. അതോടെ സതീശന്റെ അഹങ്കാരത്തിനേൽക്കുന്ന കനത്ത തിരിച്ചടിയാകും കേരളം കാണാൻ പോകുന്നത്.